പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. കാരണം ഈ കാണുന്ന ആളുകളൊക്കെ കണ്ടോ, ഇവരെല്ലാവരും കൂടി ഇന്ന് ഈ കൊല്ലം ജില്ലയിൽ ബിഷപ്പ് ജെറോമിൽ പ്രവർത്തിക്കുന്ന സംതൃപ്തി റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നൊരു സ്ഥാപനത്തിന് മുമ്പിൽ വന്നതാണ്. കാരണം ഇവരൊക്കെ ഇവിടെ ഒരു പരസ്യം ഉണ്ടായിരുന്നു. അതായത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് 4 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ കൊണ്ടുപോകുമെന്നും പറഞ്ഞു. അങ്ങനെ ആ പരസ്യം കണ്ടിട്ട് പണം നൽകിയ ആളുകളാണ് കേട്ടോ. ഇതിനകത്ത് എന്താ പറയുക, മക്കൾക്ക് വേണ്ടി പൈസ മുടക്കിയവരും വീട് പണയപ്പെടുത്തിയവരും കടം വാങ്ങിയവരും അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഏകദേശം 60ഓളം പേര് തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശം എല്ലാം കൂടെ ചേർത്തൊരു 4 കോടി രൂപയ്ക്കകത്ത് തട്ടിപ്പ് നടത്തിയെന്നൊക്കെയാണ് ഇവർ ആരോപിക്കുന്നത്. ഏതായാലും ഇവരുടെയൊക്കെ പൈസ തിരികെ കിട്ടിയിട്ടില്ല. കാരണം 1.5 വർഷം കൊണ്ട് ഇവരിങ്ങനെ കയറി ഇറങ്ങുകയാണ്. ഇത് നടത്തിയിരുന്ന ആൾക്കാർ ഇവരെ വിശ്വസിപ്പിച്ച് ആ ഒരു പൈസ വാങ്ങിച്ചെടുത്തു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. സംതൃപ്തി ഇവിടെ കാണുന്ന ഈ ഓഫീസ് വഴിയാണ് ഞങ്ങൾ എല്ലാവരും പറ്റിക്കപ്പെട്ടത്. അതായത് 100ഓളം യുവാക്കളും യുവതികളും ഈ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ഓഫീസ് വഴി തന്നെ. അതിന്റെ മെയിൻ ഇൻചാർജ് എന്ന് പറയുമ്പോൾ ഈ സോളമൻ സെബാസ്റ്റ്യനും അവരുടെ മക്കളായ അരുൺ സോളമനും അഞ്ജലി സോളമനും പിന്നെ ഒരു ജസ്റ്റിൻ ജോണും ഇവരാണ് മെയിൻ റിക്രൂട്ടേഴ്സ്. അപ്പം ഇവരാണ് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുക, നമ്മളെ ക്യാൻവാസ് ചെയ്ത് ഇതിലോട്ട് കൊണ്ടുവരികയും ചെയ്തത്. ഏകദേശം ഇപ്പൊ ഇത്ര ആൾക്കാരല്ല, പലരും ഈ ഓൾ ഓവർ കേരള ആയതുകൊണ്ട് പലർക്കും ഇന്ന് വരാൻ പറ്റാത്ത അവസ്ഥയാണ്. അവർക്ക് ഇതിന്റെ പുറകെ നടന്ന് അവരെ ജോലി പോലും അവർക്ക് നേരെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയല്ല. ദിനചര്യകളൊക്കെ എല്ലാം തകടം പറഞ്ഞുകൊണ്ടിരിക്കുക. കയറാത്ത ഓഫീസുകളില്ല, അല്ലെങ്കിൽ കൊടുക്കാത്ത കംപ്ലൈന്റുകളില്ല. ഇപ്പം എല്ലാവരുടെ ഫോണിൽ നോക്കിയാലും സാറേ ഈ തുണ ആപ്പ് ഉണ്ട്. ഇപ്പൊ തുണ ആപ്പ് വഴി കൊടുക്കുന്ന കംപ്ലൈന്റ് മൊത്തം ഓട്ടോമാറ്റിക്കലായിട്ട് ക്ലോസ് ചെയ്യുക. അവരെ നമ്മളെ വിളിപ്പിക്കുകയോ അല്ലെങ്കിൽ നമ്മളോട് കാര്യം ചോദിക്കുകയോ ഒന്നും തിരക്കാതെ തന്നെ ഈ പറഞ്ഞ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആയി പോകുക. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ നമ്മൾ ഗവൺമെന്റും സഹായിക്കുന്നില്ല, അല്ലെങ്കിൽ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നിന്നും സഹായം കിട്ടുന്നില്ല. പിന്നെ നമുക്ക് ഈ പറഞ്ഞ അവരെ വീട്ടിലും പോകാൻ പറ്റാത്ത അവസ്ഥ. എന്തുകൊണ്ടാണ് വീട്ടിൽ പോകാൻ പറ്റാത്ത അവസ്ഥ വെച്ചാൽ നമ്മൾ പൈസ വെച്ച് വീട്ടിൽ പോയതുകൊണ്ട് ഇവർ ഒത്തിരി പണക്കാരാണ്, പൈസ ഉള്ളവരെ. ഇവർ ഈ പറഞ്ഞ ഹൈക്കോർട്ടിലെ വക്കീലിനെ കണ്ടിട്ട് നമുക്കെതിരെ റിട്സ് ഫയൽ ചെയ്തിരിക്കുക. അതായത് വീട്ടിൽ ഞങ്ങൾ പോയിക്കൂടാന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിസ്സഹായരാണ്. പിന്നെ നമ്മളിവിടെ വരും, സ്വാഭാവികമായിട്ടും ഈ ഓഫീസിൽ വരാനേ വഴിയുള്ളൂ. അങ്ങനെ കൂടിയിരിക്കുക ഞങ്ങൾ ഇന്ന്. അപ്പം ഈ പറഞ്ഞ ഞങ്ങളുടെ ഇറ്റലിക്കാരുടെ കയ്യിൽ നിന്ന് 4 ലക്ഷവും ഫിൻലാൻഡുകാരുടെ കയ്യിൽ നിന്ന് 2 ലക്ഷം, ഏകദേശം ഒരു 3.5-4 കോടിയുടെ സ്കാം നടത്തിയിട്ടുണ്ട് ഇവരൊക്കെ ചേർന്നിട്ട് തന്നെ. അപ്പം ഈ പറഞ്ഞ കണക്ക് സ്കാം ഇവര് ചെയ്തിട്ടുണ്ട്. അപ്പം പലപ്പോഴും ഇവര് ഇത്രയും നാൾ ഞങ്ങൾ കംപ്ലൈന്റ്, അതായത് ഇത്രയും നാളും ആയതിന്റെ പ്രശ്നം വെച്ചാൽ ഇവര് ഞങ്ങളെ കൊണ്ട് കംപ്ലൈന്റ് കൊടുപ്പിക്കുകയോ അല്ലെങ്കിൽ ലീഗലായിട്ട് മൂവ് ചെയ്യാൻ വിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവര് ഞങ്ങൾ സ്വാഭാവികമായിട്ടും അഞ്ചാലുമൂട് പോലീസ് സ്റ്റേഷനിൽ പരാതി പറഞ്ഞു. അവിടെ ഇവർ വരുമ്പോൾ ഞങ്ങൾ സെറ്റിൽ ആയിക്കോളാം, ഞങ്ങളെ ഇപ്പോൾ ഒന്ന് ഉപദ്രവിക്കരുത്, നിങ്ങളെ പേഴ്സണലായിട്ട് സെറ്റിൽ ചെയ്തോളാം എന്ന് പറഞ്ഞു പോയ ആൾക്കാരാണ് പിന്നീട് നമ്മളെ നെഗ്ലക്ട് ചെയ്യുക ചെയ്തത്. നമ്മൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല, കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ വീട്ടിൽ പോയി പൈസ ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള 4 പേർക്കെതിരെ വനിതാ സെല്ലിലും അതായത് വനിതാ സ്റ്റേഷനിലും കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് വനിതാ സെല്ലിൽ കംപ്ലൈന്റ് കൊടുത്തത്, വനിതാ സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്ത് ഇയാളുടെ മരുമകൾ. ഞങ്ങൾ വീട്ടിൽ ചെല്ലുന്ന സമയത്തിന്റെ എല്ലാ റെക്കോർഡിങ്സും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇവരാരും ഞങ്ങൾ കണ്ട് സംസാരിച്ചിട്ടില്ല, ഇവരുമായിട്ട് ഞങ്ങളും സംസാരിച്ചിട്ടില്ല. ഞങ്ങൾ ആകെ സംസാരിച്ചിട്ടുള്ളത് സോളമനും ഈ അരുണിനോട് മാത്രം. അപ്പം ഈ ഞങ്ങളെ നേരിട്ട് കാണാത്ത വ്യക്തികളാണ് ഞങ്ങൾക്കെതിരെ കള്ളപ്പരാതിയായിട്ട് മുമ്പോട്ട് പോയത്. ഈ മരുമകൾ സോളമന്റെ മരുമകൾ സെലസിനെ കണ്ടിട്ടില്ല എന്ന് ഞങ്ങൾക്കെതിരെ പരാതി വനിതാ സെല്ലിൽ കൊണ്ട് കൊടുത്തു. അതേപോലെ തന്നെ പ്രസന്ന സോളമന്റെ വൈഫിനെ ഞങ്ങൾ കണ്ടിട്ട് പോലും ഇല്ല. ഇവരും ഞങ്ങൾക്കെതിരെ പരാതി കൊണ്ടുപോയി അതായത് കാണാത്തവരുടെ പേരിൽ പോയി പരാതി പറയുക. അപ്പൊ നമ്മളിപ്പോഴും അയാളെ സോളമൻ സാർ എന്ന് പറഞ്ഞിട്ട് അഭിസംബോധന ചെയ്തത്. അത്രയ്ക്കും നമ്മൾ റെസ്പെക്ട് ആയിട്ടാണ് നമ്മൾ പുള്ളിയെ കണ്ടിട്ടുള്ളത് തന്നെ. അപ്പോൾ എന്നിട്ടാണ് ഈ ഒരു ചതി നമ്മളോട് ചെയ്തത്. ഈ പറഞ്ഞ കണക്ക് ഞങ്ങളുടെ ജോലി തന്നെ രാജിവെപ്പിച്ച് പലരും ഇക്കൂട്ടത്തിലുള്ള പലരും ദുബായിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരു ജോലിക്ക് വേണ്ടി ഞങ്ങളെ കൊണ്ട് ജോലി രാജിവെപ്പിച്ചു. ഞാൻ തന്നെ മത്സ്യപ്പെട്ടി വർക്ക് ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ 5 വർഷമായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. എൻ്റെ ജോലി ഞാൻ രാജിവെച്ചിട്ട് ഇപ്പം ജോലിയില്ലാതെ നിൽക്കുക. അപ്പം നമ്മൾ ഈ ഒരു ജോലിക്ക് വേണ്ടി തന്നെ നമ്മൾ ഒരുപാട് നഷ്ടങ്ങൾ, ഈ പൈസ കൊടുത്തത് ഉൾപ്പെടെ ഒരുപാട് നഷ്ടങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ട അവസ്ഥയാണ്. നമുക്ക് ഒരു നീതിയും കിട്ടുന്നില്ല, ഒരു ന്യായവും നമുക്ക് ലഭിക്കുന്നില്ല എന്ന് കാണുകയാണ് നിങ്ങളുടെ സഹായം ഞങ്ങളിപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിച്ചത്. പുള്ളിയും റിക്രൂട്ടറാണ്, 2 റിക്രൂട്ടേഴ്സാണ്. ഒന്ന് സോളമൻ സെബാസ്റ്റ്യനും ജസ്റ്റിൻ ജോണും. അപ്പം ജസ്റ്റിൻ ജോൺ ഞങ്ങളുടെ കൂടെ സഹകരിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് അതും അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ സാറേ, നമ്മുടെ ആവശ്യങ്ങൾ നടക്കട്ടെ. അപ്പം പരാതി പല സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഛത്തീസ്ഗഡിൽ ഉള്ള ആൾക്കാർ വരെ ഉണ്ട്. അവർക്കൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഇത്ര ആൾക്കാർ ഇല്ലാത്തത്. ഇപ്പൊ ഛത്തീസ്ഗഡ്, ചെന്നൈ, കന്യാകുമാരിയിൽ നിന്ന് 3 പിള്ളേരുണ്ട്. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയാണ്. അതുപോലെ തന്നെ ഓൾ ഓവർ കേരള, എറണാകുളം ഉണ്ട്, തിരുവനന്തപുരം ഉണ്ട്. തിരുവനന്തപുരത്തുള്ള ആൾക്കാരൊക്കെ വന്നു പോയിക്കൊണ്ടിരിക്കുക. എറണാകുളത്തിലെ ആൾക്കാർ ഓരോ സമയവും വന്നു പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം തന്നെ 2ാമത്തെ വട്ടം എറണാകുളത്തിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്ന് ആൾക്കാർ വന്ന് പോകുന്നത്.
അപ്പോൾ നമുക്ക് ഇതിന്റെ പുറകെ നമ്മൾ നടന്ന് ബുദ്ധിമുട്ടുക, ധാരാളം ബുദ്ധിമുട്ടും മാനസികമായിട്ട് വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഒരു കേരളത്തിലാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു ന്യായം കിട്ടുന്നില്ല എന്ന് അറിയുമ്പോൾ വളരെയധികം സങ്കടം ഉണ്ടാവുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഫ്യൂച്ചർ തന്നെ ഇപ്പം ഇല്ലാതായിരിക്കുക. ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇനി എന്താണ് അങ്ങോട്ടെന്ന് ഞങ്ങൾക്ക് ഒരു ചോദ്യചിഹ്നമാണ് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നമുക്ക് ഞങ്ങളെല്ലാവരും ഹെൽപ്ലെസ്സാണ്. പലരും പറഞ്ഞ കണക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവർ നിൽക്കുക. FIR ഇട്ടിട്ടുണ്ട് സാർ. FIR ഇട്ടിട്ടും ഈ പറഞ്ഞ പ്രതികൾ വിലസി നടന്നുകൊണ്ടിരിക്കുക. രണ്ട് കൂട്ടരുടെ പേരിൽ FIR ഉണ്ട്. അപ്പം രണ്ട് കൂട്ടരുടെ പേരിൽ FIR ഉണ്ട്. അതിന്റെ കോപ്പികളും ഇതിന്റെ ഫുൾ റെക്കോർഡിങ്സ്, അതായത് ഒരു 8 GB പെൻഡ്രൈവ് തന്നെ ഉണ്ട് സാർ. അത് വോയിസും ഈ പറഞ്ഞ കണക്ക് ഡോക്യുമെന്റ്സ്, ഇവർക്കെതിരായിട്ടുള്ള ഡോക്യുമെന്റ്സും വീഡിയോ റെക്കോർഡിങ്സും PDF ഫയലുകളും ഒരുപാടുണ്ട് സാറേ. എന്നിട്ടും നമുക്കൊരു ഹെൽപ്പ് ഏതൊരു ഭാഗത്തു നിന്നും നമുക്ക് കിട്ടുന്നത്. അപ്പം ഈ പുതിയൊരു ഗവൺമെന്റ് നമുക്കത് അവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് ഹെൽപ്പ് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് എന്റെ മോന് 22 വയസ്സേ ഉള്ളു. അപ്പൊ നമ്മൾ വിചാരിച്ച് ഇളയത് 2 പെൺകുഞ്ഞുങ്ങളാ ഉള്ളത്. അപ്പൊ ഇവൻ പോയി രക്ഷപ്പെട്ടാലല്ലേ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കത്തോളം എന്ന് വിചാരിച്ചാണ് നമ്മൾ അവൻ പുറത്തുപോയി ഇത് ജോലി ചെയ്യട്ടെന്ന് വിചാരിച്ച് ഈ ഇറ്റലിയിലേക്കുള്ള വിസാഡൈന് കൊടുത്തത് ആദ്യമേ 1 ലക്ഷം രൂപയാണ് കൊടുത്തത്. 1 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞ് ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞ് വിസ ഉടനെ ശരിയായിട്ടുണ്ട്, ഒരു 3 ദിവസത്തിനുള്ളിൽ, അല്ലെങ്കിൽ ഇതങ്ങ് ക്യാൻസലായി പോവും, ഇതിന് കയറി പോകാൻ പറ്റത്തില്ല എന്നും പറഞ്ഞിട്ട് 3 ദിവസത്തിനുള്ളിൽ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞ് നമ്മൾ 4 രൂപ പലിശയ്ക്ക് ഒരാണ് പൈസ എടുത്തിട്ട് 4 ലക്ഷം രൂപ, മൊത്തത്തിൽ 4 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞ് ഇപ്പം നമ്മൾ പലിശ കൊടുത്ത് അവസാനം എൻ്റെ അമ്മയ്ക്ക് സുഖമില്ല, അമ്മയ്ക്കാണെങ്കിൽ ഡയാലിസിസ് ചെയ്യുക. അപ്പൊ എനിക്ക് പറ്റുന്നില്ല, പലിശയും കൂടെ കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇനി പോകാനായിട്ട് എനിക്ക് വേണ്ട, വിസ വേണ്ട, നിങ്ങൾ എനിക്ക് പലിശ കൊടുക്കാൻ വയ്യ, എനിക്ക് പൈസ തിരിച്ചതാന്ന് പറഞ്ഞു. അങ്ങനെ പൈസ തിരിച്ചതാന്ന് പറഞ്ഞ് ഇവിടെ ഓഫീസിൽ, ഈ ജെറോം നഗറിലെ ഓഫീസിൽ നമ്മൾ പേപ്പറെല്ലാം കൊടുത്തതും പൈസ കൊടുത്തതും എല്ലാം അവർ തന്ന സംതൃപ്തിയുടെ ഒരു അക്കൗണ്ടിലാണ് പൈസ, നമ്മൾ ബാങ്ക് ട്രാൻസാക്ഷൻ ആണ് ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മൾ പൈസ തിരിച്ചു വേണമെന്നും പറഞ്ഞ് നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് 1 ലക്ഷം രൂപ നമുക്ക് അക്കൗണ്ടിൽ തിരിച്ചിട്ട് തന്നു. ബാക്കി 3 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞ ഡേറ്റിനാണ് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഭയങ്കര ബഹളം. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇത് മൊത്തം ഫേക്കാണ് എന്ന്. മോനെ കൊണ്ട് PCC എടുപ്പിച്ച് പിന്നെ സർട്ടിഫിക്കറ്റ് ഡൽഹി പോയി അറ്റസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് അതിന് 4000 രൂപ, PCC എടുപ്പിച്ച് പിന്നെ ഇറ്റാലിയൻ ഭാഷ പഠിക്കണമെന്നും പറഞ്ഞിട്ട് ഇറ്റലി പോകണമെങ്കിൽ ഭാഷ അറിഞ്ഞിരിക്കണം അത് എന്നും പറഞ്ഞിട്ട് ഭാഷ പഠിപ്പിച്ച് അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് ഇതിന്റെ പുറകെ നമ്മളെ കൊണ്ട് ഒരുപാട് പൈസ. എൻ്റെ മോനെ കൊണ്ട് വിസ വന്ന് അടുത്ത 2 ദിവസത്തിനുള്ളിൽ കയറണമെന്നും പറഞ്ഞിട്ട് പെട്ടിയും ഡ്രസ്സ് സഹിതം എന്നെ കൊണ്ട് മേടിപ്പിച്ച് എൻ്റെ മോന്. ആകെപ്പാട് എനിക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ട്രീറ്റ്മെന്റും അതിന്റെ കൂടെ എനിക്ക് ഈ വിസയുടെ പലിശ കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. എത്തിപ്പെട്ടത് ഇവര് പള്ളി ഗ്രൂപ്പിനകത്ത്, കടൂർ പള്ളിയുടെ ഗ്രൂപ്പിനകത്ത് ഇവര് ആഡ് ഇട്ടിരുന്നു. അത് കണ്ടിട്ട് ആ ആഡും പ്രകാരമാണ് നമ്മൾ ഇവരെ സമീപിച്ചത്. എന്ന് വെച്ചാൽ 4 ലക്ഷം രൂപയെ ആകത്തോളൂ പോകാനായിട്ട്, ഇറ്റലി പോകാൻ 4 ലക്ഷം രൂപയെ ആകത്തോളൂ എന്നുള്ള രീതിയിൽ ആ ആഡും പ്രകാരമാണ്. സോളമൻ ആയിരുന്നു ആ ആഡ് അവിടെ കടൂർ പള്ളിയുടെ ഗ്രൂപ്പിനകത്ത്, വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഇട്ടത്. അതും പ്രകാരമാണ് നമ്മൾ വന്നത്. ഇതിനകത്ത് ഉള്ളതെന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ളത് സോളമൻ സെബാസ്റ്റ്യൻ, അത് കഴിഞ്ഞിട്ട് ജസ്റ്റിൻ ജോൺ, പിന്നെ ഇവിടെ ഈ ഓഫീസിന്റെ കാര്യങ്ങളെല്ലാം നോക്കിയത് അരുൺ സോളമനാ. പിന്നെ നമ്മൾ ഇടയ്ക്ക് വന്ന് ഇതിന്റെ കാര്യങ്ങൾ തിരക്കുമ്പോൾ ഒരു പ്രാവശ്യം വന്നപ്പം ഒരു വെളുത്തൊരു പെൺകുട്ടി നിൽപ്പുണ്ടായിരുന്നു. അവള് ആരാന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷേ പിന്നാണ് നമ്മൾ അറിയുന്നത് അഞ്ജലി സോളമൻ എന്ന് പറയുന്നത് സോളമന്റെ മോളാണ്. അപ്പൊ ഇവര് ഫാമിലിയോടെ ചേർന്ന് നമ്മൾ എല്ലാരെയും പറ്റിക്കാനുള്ള ഇത് കളിപ്പിക്കലാണെന്ന് ആദ്യം കണ്ടുപിടിച്ച ഒരു ചെറുക്കനുണ്ട്. അവന് ഈ 4 ലക്ഷം രൂപയും കൊടുത്ത് അവർ സെറ്റിൽ ചെയ്ത്. അവൻ ആ പൈസ മേടിച്ചതിന് ശേഷം, അവന്റെ പൈസ അവൻ മേടിച്ചതിന് ശേഷം അവൻ നമ്മളെയൊക്കെ അറിയിച്ചത്. പിന്നെ ഇവിടെ വന്നപ്പോഴത്തേക്കും നമ്മൾ അറിഞ്ഞു ഇന്നാണൊക്കെ ഇത് കളിപ്പിക്കലാണ്, ഈ പോക്കൊന്നും നടക്കത്തില്ല. ആകെപ്പാട് നമ്മൾ തകർന്ന ഒരവസ്ഥയാണ്. കാര്യം എന്ന് വെച്ചാൽ ഇത്രയും രൂപയും പോയി. സത്യം പറഞ്ഞാൽ നമുക്ക് ഈ പോലീസ് സ്റ്റേഷനിൽ ഇന്നേ വരെ കയറേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. നമ്മുടെ ഫാമിലിയിൽ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. പക്ഷെ ഈ പൈസയുടെ പേരിൽ നമ്മളിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുക. ഇവരെ വീട്ടിൽ ചെന്ന് ഇവരെ വൈഫിനെ നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല. പക്ഷേ ആ വൈഫിനെ നമ്മൾ ചീത്ത വിളിച്ചു, അവരെ വീട്ടിൽ ചെന്ന് അസഭ്യം പറഞ്ഞു എന്നും പറഞ്ഞിട്ടാണ് വനിതാ സെല്ല് വരെ നമ്മുടെ പേരിൽ കേസ് കൊടുത്തേക്കുക. അരുൺ സോളമൻ അതായത് ഈ ഓഫീസിൽ നിന്ന് നമുക്ക് സംതൃപ്തിയുടെ ഒരു അക്കൗണ്ട് നമ്പറാണ് തന്നത്. ആ അക്കൗണ്ട് നമ്പറിലാണ് നമ്മൾ പൈസ ഇട്ട് കൊടുത്തത് അവർക്ക്.
നമ്മൾ കയ്യിലല്ല കൊടുത്തത്, അവർ തന്ന അക്കൗണ്ട് നമ്പറിലാണ് നമ്മൾ പൈസ ഇട്ട് കൊടുത്തത്. ഇവിടെ വന്നപ്പോഴാണ് ഇത്രയും പേർക്ക് പൈസ ഇങ്ങനെ കബളിക്കപ്പെട്ടു എന്ന് നമ്മൾ അറിയുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ജസ്റ്റിൻ ജോണും ഈ സോളമനും അരുൺ സോളമനും ഇവര് 3 പേരുമാണ് ഇതിന്റെ മെയിൻ ആൾക്കാര്. ജസ്റ്റിൻ ജോൺ എന്ന് പറയുന്നത് അരുൺ സോളമന്റെ സോളമൻ സെബാസ്റ്റ്യന്റെ വൈഫിന്റെ അനിയത്തിയുടെ ഭർത്താവാണ്. അത് അവര് അനിയത്തിനെയും ചേട്ടത്തിനെയാണ് കല്യാണം കഴിച്ചേക്കുന്നത് ഒരു വീട്ടിൽ നിന്ന് തന്നെ. നമ്മൾ കേസ് കൊടുത്തേക്കുന്നത് 3 പേരുടെയും പേര് വെച്ച് തന്നെ. ഏത്